എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഗിഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ മുതലായവർക്ക് പെൻഷൻ പദ്ധതിയില്ല. ഇതിന് പരിഹാരമായാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. അസംഘടിത മേഖലയിലുള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാവുമെന്നാണ് കരുതുന്നത്. പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുക. നിലവിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പോലുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ പദ്ധതി എന്നാണ് സൂചന. പദ്ധതിയിൽ നിർബന്ധമായി ചേരണമെന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാവുന്നവർക്ക് നിശ്ചിത തുക അടച്ച് 60 വയസ്സാകുമ്പോൾ മാസം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ EPF പോലെ ഇതിന് സർക്കാർ വിഹിതം ഉണ്ടായിരിക്കില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പല മേഖലകളിൽ ഉള്ളവർക്കായി കേന്ദ്ര സർക്കാർ ചില പെൻഷൻ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവയെ ലയിപ്പിച്ച് ഒറ്റ പദ്ധതിയാക്കാനായാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഇതിനെ അവതരിപ്പിക്കില്ല. നിക്ഷേപകന് 60 വയസ്സ് തികയുമ്പോൾ 1000 രൂപ മുതൽ 1500 രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന, വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, മറ്റു തൊഴിലാളികൾ എന്നിവർക്കുള്ള PMSYM എന്നിങ്ങനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിൻ്റെ നിരവധി പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട്. നിക്ഷേപകന് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന പദ്ധതിയും നിലവിലുണ്ട്. ഇവയിൽ ഏതൊക്കെ പദ്ധതികൾ ലയിപ്പിക്കുമെന്നതുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമല്ല. പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ നടന്നുവരികയാണ്. അതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയാൽ മാത്രമേ പദ്ധതിയുടെ രീതിയും അതിൻ്റെ സംവിധാനങ്ങളും എങ്ങനെയെന്ന് വ്യക്തമാവുകയുള്ളൂ. പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അസംഘടിത തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.